മധു കൊട്ടാരക്കര നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു കൊട്ടാരക്കര, ഇത് വല്ലാതെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാരണം ഒരു ഭാഗത്ത് ഡൊണാൾഡ് ട്രംപ് ഈ ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു, അതിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ നൽകുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില അഭിമുഖങ്ങളിലൂടെ ആ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇപ്പോൾ വന്ന പോസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ 9 ഇറാനിയൻ കപ്പലുകൾ ഞങ്ങൾ മുക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളതിന് പിന്നാലെ ഞങ്ങൾ പോകുന്നു, അധികം വൈകാതെ തന്നെ കടലിനടിയിൽ ഇതെല്ലാം ഒഴുകി നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന പ്രകോപന സ്വഭാവത്തിലുള്ള പ്രതികരണം നടത്തുന്നു. ചർച്ചയുണ്ടെന്നാണോ ചർച്ചയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന്? ഗോപികൃഷ്ണൻ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്ത് നമ്മൾ വിട്ടിരിക്കുന്ന ഈ ഒമാനുമായിട്ടുള്ള മധ്യസ്ഥതയിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള വാർത്തയ്ക്ക് വൈറ്റ് ഹൗസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പക്ഷേ പറയുന്ന ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപ് ഈസ് ഇവൻച്വലി വില്ലിംഗ് ടു ടോക്ക് ബട്ട് ഫോർ നൗ ദ മിലിറ്ററി ഓപ്പറേഷൻസ് കണ്ടിന്യൂസ് അൺബേറ്റഡ്. അതായത് ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും, എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ്. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഈ രണ്ടാം ടൈമിൽ കണ്ടുവരുന്നത് ഗൺ ഡോട്ട് ഡിപ്ലോമസിയാണ്. അതായത് ചർച്ചയ്ക്ക് മുന്നേ തന്നെ സൈന്യത്തെ വിന്യസിക്കുകയോ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകൾ അവിടെ കൊണ്ടു നിർത്തിയതിന് ശേഷമുള്ള ചർച്ചകൾ. സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തിയപ്പോഴും സമാന രീതിയിലാണ് കണ്ടത്. പുടിൻ അലാസ്കയിൽ നടന്ന സമ്മിറ്റിൽ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയതാണ്. തൊട്ടുമുകളിൽ B-2 ബോംബർ നിർത്തിക്കൊണ്ടായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. അത് ട്രംപിന്റെ ഒരു ശൈലിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യത്തിന് ഇറാൻ അവിടെ കൊണ്ട് തലവെച്ച് കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇറാന്റെ കയ്യിൽ ഒരു ആയുധമുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ് ഈ പോരിന് ഡൊണാൾഡ് ട്രംപ് ഇറങ്ങിയത്. ഇപ്പോൾ ഇറാൻ സമാന രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇറാനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ അറബ് രാജ്യങ്ങൾക്ക്, അയൽവക്ക രാജ്യങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. തന്നെയുമല്ല, സൗദിയും ഇറാനുമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെ നിന്ന രണ്ട് തൂണുകളായിട്ട് നിന്ന രാജ്യങ്ങളായിരുന്നു. പക്ഷേ ഖമേനിയുടെ കാലഘട്ടത്തിൽ വരുമ്പോഴാണ് ഇവർ അകന്നു പോയത്. തന്നെയുമല്ല, ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഏതാണ്ട് 6 ലക്ഷം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. സദ്ദാം ഹുസൈന് വാരിക്കോരിയാണ് സൗദി രാജകുടുംബം പണം കൊടുത്തതായിട്ട് ഇറാൻ ആരോപിച്ചത്. കാരണം ഇറാൻ വിജയിക്കരുതെന്ന് സൗദിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സൗദിയെ പാലസ്തീനുമായിട്ട് അടുപ്പിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ശ്രമം നടത്തുമ്പോഴും ഇറാനാണ് ഏറ്റവും വലിയ പ്രതിരോധവുമായിട്ട് വന്നത്. ഖമേനിയും സൗദിയുമായിട്ടുള്ള പ്രധാന വിഷയം പരമ്പരാഗതമായിട്ട് ഭരണം കൈമാറരുത്, കുടുംബാധിപത്യം, അതിനെതിരാണ് ഖമേനിയുടെ ഇപ്പം അടുത്ത ആളിനെ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഖമേനി ഇതേ അഭിപ്രായം വെച്ചിരുന്നു. ചെറുമകനോ അല്ലെ മകനിലേക്കോ പോകരുത് എന്ന് തന്റെ വ്യക്തിപരമായ ഒരു താല്പര്യം പറഞ്ഞു. അപ്പോൾ ഈ ഖമേനി പോയതോടുകൂടി സൗദിക്ക് വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു ഡോമിനൻസ് കിട്ടുമോ എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, റോയിട്ടേഴ്സ് നടത്തിയൊരു പോൾ, ഏതാണ്ട് 1200 പേരുടെ പോളാണ്. അതിൽ 56% ആൾക്കാരും പറയുന്നത് US സൈന്യത്തെ ഡൊണാൾഡ് ട്രംപ് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നു എന്നാണ്. ഗോപി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.